ഇന്നത്തെ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിലെ കൗണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സൽ ഫയലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനകത്തൊരു 3 കോളംസ് ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ ടേബിളിൽ കുറച്ചധികം ഡാറ്റാസ് ഒക്കെ ഉണ്ട്, മിക്സഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു കോളത്തിൽ, അതായത് F6 മുതൽ F15 വരെയുള്ള സെല്ലുകളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഈ സെല്ലിൽ കാണിക്കണം. അതായത് F16 എന്ന് പറയുന്ന സെല്ലിൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഞാൻ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക, കൗണ്ട് എന്ന്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ട് value 1, value 2 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് value 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് സീരീസ് ആണോ അല്ലെങ്കിൽ ഏത് സെല്ലാണോ നമുക്ക് റെഫർ ചെയ്യേണ്ടത് ആ സെല്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ എനിക്ക് ഈ പറയുന്ന മേലെയുള്ള ഇത്രയും റോസ് ആണ്, ഇത്രയും സെൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് F6 മുതൽ F15 വരെയുള്ള സെല്ലുകൾ. അപ്പൊ ഞാനിത് ഈ രീതിയിൽ സെലക്ട് ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സെല്ലിൽ റിസൾട്ട് ആയിട്ട് നമ്പർ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഫോർമുല വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സെല്ലുകൾ F6 മുതൽ F15 വരെയുള്ള സെല്ലുകളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇത്രയും സെല്ലുകളിലായിട്ട് 9 നമ്പേഴ്സേ ഇപ്പോൾ ഉള്ളൂ. അതാണ് ഈ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് കൗണ്ട് ഫംഗ്ഷൻ. ഇനി ഞാൻ ഈ ഒരു സെല്ലിൽ നോക്കുക. ഈ സെല്ലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെല്ലിൽ എനിക്ക് ഈ കോളത്തിൽ, അതായത് G6 മുതൽ G15 വരെയുള്ള സെല്ലുകളിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അഗെയിൻ ഞാൻ ഫോർമുല ടൈപ്പ് ചെയ്യാണ്, കൗണ്ട് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് വേണ്ട സെല്ലിന്റെ സീരീസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിൽ 8 നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 8 നമ്പേഴ്സ്, 10 സെല്ലുകളിലായിട്ട് 8 നമ്പേഴ്സ്. ശരിയാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 സെല്ലുകളിലായിട്ട് A എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ് കിടക്കുന്നത്. അതായത് ഈ കൗണ്ട് എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ട് നമ്പേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആൽഫബറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അഗെയിൻ ഞാൻ ഈ സെൽ സീരീസിലെ സെയിം വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഫോർമുല ടൈപ്പ് ചെയ്യണം, കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ, സെൽ സീരീസ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ ക്ലിക്ക് ചെയ്തു. ഞാൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ ഇത്ര സെല്ല് H6 മുതൽ H15 വരെയുള്ള സെല്ലുകളിൽ ആകെ 2 നമ്പേഴ്സ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിലെല്ലാം A1, B1, C1 എന്ന് എഴുതിയേക്കുന്നത്. അതായത് അത് കൗണ്ട് ചെയ്തിട്ടില്ല. പകരം ഇവിടെയുള്ള 1ഉം 2ഉം എന്ന് പറയുന്ന ഈ H9ഉം H13 എന്ന് പറയുന്ന സെല്ലിലെ ഡാറ്റ മാത്രമേ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ആൽഫബറ്റും അതുപോലെ ആൽഫബറ്റിന്റെ കൂടെ തന്നെ നമ്പറും ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ടെക്സ്റ്റിന്റെ കൂടെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ, അതായത് കൗണ്ട് ഫംഗ്ഷൻ, അത് കൗണ്ട് ചെയ്യില്ല. കൗണ്ട് ഫംഗ്ഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഇതാണ്. ഇനി ഞാൻ ഈ സെല്ലിലേക്ക് ടോട്ടൽ നമ്പേഴ്സ്, അതായത് ഈ ടേബിൾ ഫുൾ എത്ര നമ്പർ ഉണ്ട് എന്നാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് ഈ സെല്ലിലാണ് ആ റിസൾട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ, ഞാൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം, ഫുൾ സീരീസ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 19 നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഞാനിവിടെ ഏതെങ്കിലും ഒരു നമ്പർ പുതിയത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്തേക്ക് അപ്ഡേറ്റ് ആവും. 0. ഇതിൽ
8 എൻ്റർ ചെയ്തു, വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ 2 മാറ്റിയിട്ട് പി ആക്കി 21. ഇതുപോലെ ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ കൗണ്ട് ഫംഗ്ഷന്റെ യൂസേജ്.